അപ്പോൾ മൂന്നാർ സൈറ്റ് സീനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട് ഗ്യാപ്പ് റോഡ് ഫസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് 4 ലൊക്കേഷനിലുള്ള 4 ഏരിയ ആയിട്ട് വരുന്നത്. ഒന്ന് മാട്ടുപ്പെട്ടി റൂട്ട്, ഒന്ന് കോയമ്പത്തൂർ, ഒന്ന് കൊച്ചിൻ ആൻഡ് തേക്കടി റൂട്ട്. അപ്പോൾ തേക്കടി റൂട്ടിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ഗ്യാപ്പ് റോഡ് വരുന്നത്. ദേവികുളമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗ്യാപ്പ് റോഡിലേക്ക് എത്തുന്നത്. അപ്പോൾ ഗ്യാപ്പ് റോഡിൽ കൂടെ പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൊക്കേഷൻ ഉണ്ട്, പ്രൈമറി ലൊക്കേഷൻ, ഫസ്റ്റ് ലൊക്കേഷൻ വ്യൂ പോയിന്റ്. ആ ലൊക്കേഷനിൽ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ നമ്മുടെ ഒരു ഈ തേയിലത്തോട്ടത്തിലൂടെ ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. അവിടെ നിന്നിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് ആണുള്ളത്. പക്ഷെ ആ വ്യൂ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോയി ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞാൽ സെക്കൻഡ് വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഈ ലൊക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലൊക്കേഷന്റെ അവിടെ ഒരു വ്യൂ പോയിന്റ് മാത്രമല്ല, ഈ ലൊക്കേഷനോട് കൂടിയിട്ട് അവിടെ ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു സർവീസ് കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പെയ്ഡ് സർവീസ് എന്ന് പറയുന്നത് നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാം. അല്ലാത്ത പല സ്ഥലത്തും നമുക്ക് കയറാൻ സമ്മതിക്കാറില്ല. മൂന്നാറിലെ ഏറ്റവും വലിയ പ്രശ്നം, എല്ലാവിടെയും ആ പ്രശ്നം ഉള്ളിലേക്ക് കയറി ട്രസ്പാസേഴ്സ് എന്നുള്ള രീതിയിലാണ് അവർ കൺസിഡർ ചെയ്യാറ്. പക്ഷേ ഇവിടെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സമയം വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. അങ്ങനെ ടൈം ലിമിറ്റ് പരിപാടികളൊന്നുമില്ല. നമുക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ തേയിലത്തോട്ടത്തിൻ്റെ കുറേ ഏരിയകൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ മുഴുവൻ മലനിലകരാണ്. മോളിക്ക് വേണമെങ്കിൽ പോകാം. ആ ഈ ഏരിയയിൽ നടുവിലായിട്ടൊരു കുറച്ചൊരു സമതലം മാതിരി കുറച്ച് പുൽമേട് മാതിരി കിടക്കുന്നുണ്ട്. ആ പുൽമേടിൽ പോയി ചെന്നിരിക്കാത്തത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ ഒരു വ്യൂ പോയിന്റിൻ്റെ അവിടെ ഒരു ഇതുണ്ട്, ഒരു ടിക്കറ്റ് കൗണ്ടർ വെച്ചിട്ടുണ്ട്. ആ ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് ക്യാമറ യൂസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഫീസൊന്നും ഇല്ല. ഏകദേശം ഒരു 50 റുപ്പീസ് ഉള്ളൂ പെർ പേഴ്സണ്. അഡൾട്ടിന് 50 ആണ്. ചെറിയ കുട്ടികൾക്ക് അത്രയാണെന്ന് അറിയില്ല, അത് നോക്കിയില്ല. അപ്പോൾ നമ്മളൊരു 50 റുപ്പീസിൻ്റെ ഒരു ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതിൽ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നടന്ന് നീങ്ങാൻ പറ്റും. അത് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ ഒരു പക്ഷേ ഈ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഈ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെ ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഒരു ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കുറേ ട്രാക്കുകളാണ്. ആളുകൾ ഇങ്ങനെ നടന്നു പോയതിനുള്ള ചില ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ട്രാക്കുകളായിട്ട് ഇങ്ങനെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ രൂപപ്പെട്ട ട്രാക്കുകളിലൂടെ അങ്ങനെ നടന്നു പോയിട്ട് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ഒരു സമതലം പോലൊരു ഏരിയയാണ്, വളരെ ബ്യൂട്ടിഫുൾ ഏരിയയാണ്. ഇപ്പോൾ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏകദേശം 4 മണി 5 മണി ആയിട്ടുള്ളൂ. അല്ല, ഉച്ച തന്നെ ഉച്ച തിരിഞ്ഞ് 4 മണി 5 മണി ആയിട്ടുള്ളൂ. പക്ഷേ മൊത്തത്തിൽ ഈ ഒരു 1 മന്ത് 2 മന്ത്സ് ആയിട്ടുള്ള ഇപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു മാർച്ചിലാണ് വന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു രീതിയിലുള്ള മഞ്ഞൊന്നും ഇല്ല. ഇപ്പോൾ ഈവനിങ്ങിലും നൈറ്റിൽ മാത്രം തണുപ്പുണ്ടാവും, അങ്ങനത്തെ ഇതുകളാണ്. പക്ഷേ നമ്മളൊരു ഈ സമയത്ത് ഒരു മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഡിസംബർ ജനുവരി ഒക്കെ ഏരിയയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നല്ല കോടമഞ്ഞൊക്കെ ഉള്ള സ്ഥലങ്ങളായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റാനുള്ള സാധ്യതയാണ്. ഇവിടെ കുറേ പാറക്കെട്ടുകൾ ഇതുകളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഇതിൻ്റെ ഇടയിലുള്ള ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടത് ഇതുപോലത്തെ ട്രാക്കുള്ള ആളുകൾ പോയിട്ടാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ അതിപ്പോൾ തേയില വരുന്നവർ വന്നിട്ട് അങ്ങനെ ട്രാക്ക് ഉണ്ടായതായിട്ടല്ല കാണുന്നത്. അത്രയും ഇതല്ല, അതിനേക്കാളും കൂടുതലായിട്ട് നല്ല രീതിയിലുള്ള ട്രാക്കുകൾ അവിടെ വന്നിട്ടുണ്ട്. അത് വന്നിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നതെന്നുള്ള കണ്ടപ്പോൾ ഉറപ്പാണ്. അവിടെ ഒരുപാട് വണ്ടികൾ അവിടെ പാർക്ക് ചെയ്യുന്നത്, ഒരുപാട് പേര് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും അങ്ങനെ തേയിലത്തോട്ടങ്ങളിലേക്ക് അങ്ങനെ എൻട്രി ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടും ഇവിടെ നമുക്ക് എത്ര വേണമെങ്കിൽ എൻട്രി ചെയ്ത് ഇതിനുള്ളിൽ എത്ര ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ക്യാമറ യൂസ് ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങൾക്കൊന്നും റെസ്ട്രിക്ഷൻസ് ഇല്ല. പക്ഷേ ഡ്രോൺ അലൗഡ് അല്ല എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ എന്നോട് ഡ്രോൺ ഉണ്ടോ കയ്യിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഡ്രോൺ ഇല്ല, ക്യാമറയ്ക്ക് പേയ്മെൻറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ വലിയ ക്യാമറയ്ക്ക് പേയ്മെൻറ്റ് ഉണ്ട്, ക്യാമറ നമുക്ക് കൊണ്ടുപോകാം, ക്യാമറ കൊണ്ടുപോകണമെന്നത് കുഴപ്പമില്ല. അപ്പോൾ ഡ്രോൺ ഉണ്ടെന്ന് വെച്ചാൽ ഡ്രോൺ കൊണ്ടുവന്നാൽ അലൗഡ് അല്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഡ്രോൺ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഇതിവിടെ ഇറങ്ങിയിട്ട് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഡ്രോൺ വേണമെങ്കിൽ നമുക്ക് പുറത്ത് ഇതിന് ഏകദേശം ഒരു 10 മീറ്റർ അപ്പുറം 10-20 മീറ്റർ അപ്പുറത്ത് തന്നെ റോഡ് അപ്പുറത്ത് കാണാൻ പറ്റും. ആ റോഡിൽ നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അവരതത്ര ഡ്രോണിനെ കുറിച്ച് അത്ര കൂടുതൽ കെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് അവർ യൂസ് ചെയ്യുന്നത്. ക്യാമറ യൂസ് ചെയ്യുന്നതൊന്നും പ്രശ്നമില്ല, ഫുള്ള് കൺട്രോൾ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് യൂസ് ചെയ്യില്ല, കയറാൻ പറ്റത്തില്ല. അവിടെ പുറത്ത് മാത്രം ഫുഡ് മേടിച്ചിട്ട് ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാനും പറ്റത്തില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എക്കോ ഫ്രണ്ട്ലി ഏരിയ ആണ്. ഇവിടെ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഫുഡ് വേസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ അവർ അനുവദിക്കില്ല. പിന്നെ ലഗേജസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അനുവദിക്കുന്നതല്ല.
ഇവിടേക്ക് കയറി വരാം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഏരിയ കൂടെ ഇങ്ങനെ നടക്കാം. ഇത് കുറേ ഏരിയ ഇങ്ങനെ നടക്കാനുണ്ട്. ഇങ്ങനെ പുൽമേടായിട്ട് കുറേ ഏരിയ ഉണ്ട്. പിന്നെ അങ്ങനെ ഉള്ളിലേക്ക് അങ്ങനെ എത്ര വേണമെങ്കിൽ നമുക്ക് പോവാം. ഇത്ര വരെ പോകാൻ പാടുള്ളൂ. അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് പോലെ ഇത്ര ടൈം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കയറിയിരിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ റെസ്ട്രിക്ഷൻസ് ആയിട്ട് ആരെങ്കിലും നോക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇല്ല. പിന്നെ ഇവിടെ വന്നിട്ട് ഈ തേയിലെന്നുള്ള അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത്. അത് അവരൊരിക്കലും അലോ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പം ഇങ്ങനത്തെ കുറേ ഒരു വലിയൊരു ഏരിയ ആണ്. ഭയങ്കര രസകരമായിട്ടുള്ള ഈ നമ്മളിപ്പോൾ മൂന്നാറിൽ വന്നിട്ട് അത് വേറെ സ്ഥലങ്ങളിൽ ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ മൂന്നാറിൽ വന്നിട്ട് നമുക്ക് ഒരു തേയിലത്തോട്ടത്തിനുള്ളിൽ കൂടെ നടന്നു പോകണം. അങ്ങനത്തെ ഒരു രസകരമായ ഫീൽ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. എല്ലാവരുടെയും ഈ ബോർഡുകൾ വെച്ച് ട്രസ് പാസേഴ്സ് നോട്ട് അവിടെ വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുത്തെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിന് അവരുടേതായ ഇതുകളുണ്ടാവും, റൂൾസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെയാണ് ആദ്യമായിട്ട് വന്നിട്ട് ഇത് സെക്കൻഡ് പോയിന്റാണ്. നമ്മൾ ഈ ഗ്യാപ്പ് റോഡിൽ വരുമ്പോൾ ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ ആ റോട്ടിൽ കൂടെ വരുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് ഫോട്ടോ പോയിന്റ് എന്നുള്ള ഒരു വ്യൂ പോയിന്റ് എന്നുള്ള രീതിയിൽ അവർ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇതിലേക്ക് ഇങ്ങനൊരു എൻട്രി അവർ പെർമിറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ എൻട്രി പെർമിറ്റ് ചെയ്യുമ്പോൾ തന്നെ വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു രീതിയിലും ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് പിന്നെ ചിലരൊക്കെ വേറെ കുക്കിംഗ് പരിപാടി അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഇവിടെ വന്നിട്ട് അങ്ങനത്തെ പരിപാടികൾ ഒന്നും അലൗഡല്ലേ. ഓക്കെ, നമ്മൾ ഒരു ഫ്രീ ഹാൻഡായിട്ട് വേറെ ലഗേജ് ഒന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വരണം. അതായത് നമുക്ക് ഏത് തേയിലത്തോട്ടത്തിൻ്റെ ഏതിൻ്റെ ഇടകൂടെ കൂടെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് നടന്നു നീങ്ങാം. അതിലൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഗാർഡ് പരിപാടി അങ്ങനത്തെ സീനുകളൊന്നുമില്ല. നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ കാണുന്നത് ഗാർഡ് ഉണ്ടാവും, അവരുണ്ടാവും, അവർ പറയും ഇന്ന ഏരിയയിൽ കയറരുത്, അവിടേക്ക് കയറരുത്, അങ്ങനെയൊന്നുമില്ല. ഏത് ഏരിയ കൂടെ വേണം നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. വേറെ പ്രശ്നങ്ങൾ ഇത് ഒരുപാട് പേര് ഇതൊരു സെൽഫി പോയിന്റ് അടക്കം അല്ലെങ്കിൽ നല്ല വീഡിയോസ് എടുക്കാനും അങ്ങനത്തെ റീൽസ് എടുക്കാനൊക്കെ ഇതായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. കുറേ ടൈം വന്ന് സ്പെൻഡ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ വന്ന് ആ വീഡിയോ എടുത്ത് നമ്മൾ പോരുന്നു എന്നുള്ള ചിലപ്പോൾ ഒരു 10 മിനിറ്റ് വരെ നിന്നിട്ട് ഞങ്ങളൊരു 10-15 മിനിറ്റ് മാത്രമാണ് ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ് ചെയ്തത്. പക്ഷേ പലരും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മിനിറ്റോ 1 മണിക്കൂറോ ഇത്ര മണിക്കൂറൊന്നുമില്ല. അവിടെ വന്നിട്ട് കുറേ വെയിറ്റ് ചെയ്യുക, അവിടെ കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാവുന്നതാണ്. അതിലൊന്നും ഒരാളും അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവിടെ ഇതുവരെ വെക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ആരെങ്കിലും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. ഒരുപാട് പേര് അവിടെ നമ്മൾ വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് വന്നവരായതുകൊണ്ട് നമ്മളിങ്ങനെ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുന്നത് തന്നെയാണ്. പക്ഷെ പലരും അവിടുത്തെ പല സ്ഥലങ്ങളിലും കുറേ സമയങ്ങളായിട്ട് അവനെ റെസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അവർ ആരും ചോദിക്കാനൊന്നും വരുന്നില്ല. ഒരു പെർഫെക്റ്റ് പോയിന്റാണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഗ്യാപ്പ് റോഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ ഫസ്റ്റ് ഫോട്ടോ പോയിന്റ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾ വണ്ടി നിർത്തിയത് ഇതിന്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു. അവിടെ നമുക്ക് വണ്ടി നിർത്താന്നുള്ളൂ. ഈ ഒരു തേയിലത്തോട്ടത്തിലേക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. 2 ഏരിയയും ഡബിൾ സൈഡും നമ്മുടെ ഇതാണ്, തേയില തോട്ടങ്ങളാണ്. അതിൻ്റെ നടുവിൽ കൂടെയുള്ള റോഡിന്റെ ഒരു ബ്യൂട്ടി മാത്രം അവിടുത്തെ ഒരു ഇത് മാത്രമേ കിട്ടാൻ പറ്റുന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലാണ്. അതിൽ നിന്ന് മാറിയിട്ട് കുറേ കൂടി നമുക്ക് ഈ ഒരു ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇങ്ങനെ തേയിലത്തോട്ടങ്ങൾ കണ്ടുകൊണ്ട് തേയിലത്തോട്ടങ്ങളുടെ ഇടക്കൂടെ ഇങ്ങനെ പോകാനായിട്ട് പറ്റും. ഇവിടെ തേയില നുള്ളുന്നവരങ്ങനെ ആൾക്കാരുകളൊന്നും കാണുന്നില്ല. അങ്ങനെ വർക്ക് നടക്കുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല, ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഒരു ഏറ്റവും നല്ലൊരു മൂന്നാറിൽ വന്നിട്ട് ഏറ്റവും നല്ലൊരു സ്പോട്ട് എന്നൊക്കെ പറയാവുന്ന ഒരു സ്പോട്ടാണിത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇങ്ങനെ ഒരു കൂടുതലായിട്ട് ഇത്ര നേരം ഈ തേയിലത്തോട്ടത്തിലൂടെ നടക്കാനും പിന്നെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ ഒരാൾ പോലും ഒരു കാര്യം ചോദിക്കില്ല, ഒരു പ്രശ്നങ്ങളില്ലാതെ നമുക്ക് വീഡിയോ എടുക്കാനും എന്ത് കാര്യത്തിനായാലും റെസ്ട്രിക്ഷൻ നടക്കാനായിട്ട് പറ്റുന്ന ഏത് ഏരിയ കൂടെ വേണമെങ്കിൽ നടക്കാം. ഏത് ഊടുവഴി കൂടെ വരെ നടക്കാവുന്ന രീതിയിൽ നമുക്ക് നടന്നു പോകാവുന്ന ഒരു ഏരിയ. വേറെ ഞാൻ മൂന്നാറിൽ വന്നിട്ട് എവിടെയും കിട്ടിയില്ല. ഇത് വെറും 50 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത് പെർ ഹെഡ്. അത് ഒരു ചെറിയൊരു എമൗണ്ട് മാത്രമല്ല. അത് കയറി വരുന്നതാണ് അവിടെ ഒരു ഇത് ഒരു കയറി വരുന്ന ഒരു ഏരിയ കാണുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പോരല്ല. അവിടെ ഒരു ഇതുണ്ട്, അവിടെ വന്നിട്ട് അതിലേക്ക് കയറി കഴിഞ്ഞിട്ട് അവിടെ ഒരു 50 റുപ്പീസിന്റെ ഒരു ഇത് എടുത്താൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് DSLR ക്യാമറകളടക്കം ഒരുപാട് ഇതുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന പരിപാടി. അപ്പം ഈ ഒരു എൻട്രി പോയിന്റിന്റെ ഭാഗമായിട്ട് തന്നെ ഈ റോഡ് തിരിയുന്ന ഭാഗമുണ്ടല്ലോ, ഈ ഏരിയയിൽ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് ഐറ്റംസ് അങ്ങനെ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അവിടെ ഈ സ്ഥിരമായിട്ട് വരുന്ന ക്യാരറ്റ്, ചോളം അതുപോലത്തെ സാധനങ്ങളൊക്കെ അവിടെ ഇഷ്ടംമാതിരിയുണ്ട്. അങ്ങനത്തെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ അങ്ങനെയാണ് അതിനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. പക്ഷേ ഒരു ട്രാവലറെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ ഏരിയ ആണ്. നിറയെ ഷോപ്പുകളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്.
ഓ, തേയിലത്തോട്ടത്തിനുള്ളിൽ പോകാനായിട്ട് നല്ലൊരു ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനിൽ ഒന്നാണ് ഈ ഗ്യാപ്പ് പോയിന്റിലേക്ക് പോകുന്ന മാട്ടുപ്പെട്ടി, അല്ല മാട്ടുപ്പെട്ടിയിലെ തേക്കടി റൂട്ടാണ്. മാട്ടുപ്പെട്ടി വേറെ റൂട്ടാണ്. ഇവിടേക്ക് പോകുന്ന ടോപ്പ് പോയിന്റിലേക്ക് പോകുന്ന റൂട്ടാണ്, ടോപ്പ് സെഷൻ. ഇത് തേക്കടി റൂട്ടിൽ വരുന്ന ഈ റൂട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല റൂട്ടാണ്. ഇവിടെയാണ് ഉള്ളിൽ കയറിയിട്ട് എല്ലാ ഏരിയയും കണ്ട് നടക്കാൻ പറ്റും, ഉള്ളിൽ കൂടെ നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ. Fuck.